ഒരിക്കൽ ഉദയവർമ്മ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ചെറുശ്ശേരി ഉദയവർമ്മനെ പരാജയത്തിന്റെ വക്കിലെത്തിച്ചു. ആളിന്റെ കരു മുന്നോട്ട് നീക്കിയാൽ രാജാവ് ജയിക്കുമെന്ന് രാജ്ഞിക്ക് മനസ്സിലായി. കുഞ്ഞിനെ തൊട്ടിലിൽ ആട്ടിക്കൊണ്ട് സമീപത്ത് നിൽക്കുകയായിരുന്നു രാജ്ഞി. നേരിട്ട് കളി പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഞി ഈണത്തിൽ ഒരു താരാട്ടുപാടി. ഉന്തുന്തുന്ത് ഉന്തുന്തുന്തുന്ത് ആളെ ഉണ്ട്. പാട്ടിന്റെ അർത്ഥം രാജാവിന് പിടികിട്ടി. ആളിനെ നീക്കി അദ്ദേഹം കളി ജയിക്കുകയും ചെയ്തു. രാജ്ഞി പാടിയ പാട്ടിന്റെ ഈണം ഉദയവർമ്മന് ഇഷ്ടപ്പെട്ടു. അതേ മട്ടിൽ ഒരു കാവ്യം നിർമ്മിക്കാൻ അദ്ദേഹം ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ചെറുശ്ശേരി എഴുതിയ കാവ്യമാണത്രേ കൃഷ്ണഗാഥ. ശുദ്ധ മലയാളത്തിന്റെ സൗന്ദര്യവും ശക്തിയും ആദ്യമായി കാണുന്നത് കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ്. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമാണ്. ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി. 15-ാം നൂറ്റാണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് കരുതപ്പെടുന്നു. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളാണ് കൃഷ്ണഗാഥയിൽ പറഞ്ഞിരിക്കുന്നത്. വായനക്കാരിൽ കൃഷ്ണഭക്തി ജനിപ്പിക്കുകയാണ് കവിയുടെ ലക്ഷ്യം. ദീർഘവും മനോഹരവുമായ വർണ്ണനകളും ധാരാളമായുള്ള അലങ്കാര പ്രയോഗങ്ങളും കൃഷ്ണഗാഥയുടെ പ്രത്യേകതകളാണ്. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്.